അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സ്വാഗതം. മദീന മുനവ്വറയിലാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാര്. അവിടുത്തെ സിയാറത്ത് ചെയ്ത് ആ സ്വർഗത്തോപ്പിലിരുന്ന് അല്പനേരം പ്രാർത്ഥിച്ച് ഞങ്ങൾ റിയാദിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയാണ്. അതിനിടയിൽ മഹാനായ സ്വഹാബി വര്യർ സൽമാനുൽ ഫാരിസി തങ്ങളുടെ തോട്ടം കൂടി സന്ദർശിക്കേണ്ടതുണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. മഹാനായ ബിലാൽ ബിൻ റവാഹ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് ബിലാലാണ് നിങ്ങൾക്കിപ്പോൾ ദൃശ്യമാകുന്നത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തോട്ടത്തിന്റെ കാഴ്ചകൾ കാണാം. ഇസ്ലാമിക ചരിത്രത്തിന് അതുല്യമായൊരു അധ്യായം സമ്മാനിച്ച മഹത് വ്യക്തിത്വമായിരുന്നു. പേർഷ്യയിൽ നിന്ന് ത്യാഗോജ്ജലമായൊരു സത്യാന്വേഷണ യാത്ര നടത്തി മദീനയിലെത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുൽകി ഇസ്ലാം ആശ്ലേഷിച്ച സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മദീനയിലെ ഒരു ജൂതന്റെ അടിമയായിരുന്നു മഹാനായ സൽമാൻ തങ്ങൾ. അടിമയായിരിക്കുമ്പോൾ തന്നെ ഇസ്ലാം പുൽകിയ സൽമാൻ തങ്ങൾക്ക് തൻ്റെ അടിമത്വം പ്രവാചകരോടുള്ള സഹവാസത്തിന് വലിയ തടസ്സമായി. അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ സങ്കടം ബോധിപ്പിച്ചു. കാരുണ്യത്തിൻ്റെ പ്രതീകമായ നബി തങ്ങൾ സൽമാൻ തങ്ങളോട് തൻ്റെ യജമാനനോട് മോചനപത്രം എഴുതാൻ ആവശ്യപ്പെട്ടു. മോചനത്തിന് തയ്യാറായ ജൂതൻ പക്ഷേ സൽമാൻ തങ്ങൾക്ക് അസാധ്യമായ ചില കണ്ടീഷൻസാണ് വെച്ചത്. 300 പാകമായ ഈന്തപ്പന മരങ്ങളുള്ള ഒരു തോട്ടവും 40 ഊക്കിയ സ്വർണ്ണ നാണയവുമായിരുന്നു മോചനദ്രവ്യം. വിവരമറിഞ്ഞ നബി തങ്ങൾ തൻ്റെ ചുറ്റുമുള്ള സഹചരന്മാരോട് സൽമാൻ തങ്ങളെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. സ്വഹാബത്ത് പലരും തങ്ങളുടെ തോട്ടങ്ങളിൽ നിന്ന് നല്ല വളർച്ചയെത്തിയ ഈന്തപ്പന തൈകൾ മദീന പള്ളിയിലെത്തിച്ചു. അങ്ങനെ ആവശ്യത്തിലധികം ഈന്തപ്പന തൈകൾ കിട്ടി. നബി തങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഈ തൈകൾ നടാനുള്ള 300 കുഴികൾ കിളക്കാൻ പറഞ്ഞു. സ്വഹാബത്തിൻ്റെ സഹായത്തോടെ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി. അവർ തൈകൾ നടാനായി നബി തങ്ങളെ സമീപിച്ചു. അങ്ങനെ ആ 300 തൈകളും തൻ്റെ തിരുകരങ്ങളെ കൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ തങ്ങൾക്കായി നടുകയും നന്നായി പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്തു. പതിവിന് വിപരീതമായി ആ 300 തൈകളും ഒന്നുപോലും നഷ്ടപ്പെടാതെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയെത്തി കായ്ക്കാറായി. നബി തങ്ങളുടെ ഒരു മുഅ്ജിസത്ത്, അമാനുഷിക ശക്തി കൂടിയാണ് ഇതിലൂടെ പ്രകടമായത്. അതേസമയം തന്നെ നബി തങ്ങൾക്ക് ഹദിയയായി കിട്ടിയ അല്പം സ്വർണവും സൽമാൻ തങ്ങൾക്കായി നൽകി. ഇത് തൂക്കം മതിയാവില്ല എന്ന് ധരിച്ചിരുന്ന സൽമാൻ തങ്ങൾക്ക് നബി തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട വായിലിട്ട് മന്ത്രിച്ച് അത് തിരികെ നൽകുകയും അതുമായി ജൂതനെ സമീപിച്ച് തൂക്കി നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അതും 40 ഊക്കിയ കൃത്യമായിരുന്നു. അങ്ങനെയാണ് സൽമാനുൽ ഫാരിസി തങ്ങൾ സ്വതന്ത്രനാകുന്നത്. ആ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട മണ്ണാണിത്. കായ്ച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പച്ചയാണ്. ഇപ്പോൾ സീസൺ പൊയ്ക്കുന്ന സീസൺ ആവുന്നുള്ളൂ. കായ്ക്കുന്ന ടൈമാണ്. ശക്തമായ ചൂട്. ഇപ്പോൾ ഇവിടെ 45 ഡിഗ്രിയൊക്കെയാണ് ചൂട്. ഇനി ഇതൊക്കെ പൊയ്ക്കാൻ തുടങ്ങും ഒരു മാസം കൊണ്ട്. ഇതാ വെള്ളം ജലസേചനത്തിന് വേണ്ടിയിട്ട് വെള്ളം ഇതാ വലിയ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടാങ്കിൽ നിന്ന് ഇനി നമ്മളെ നാട്ടിലേക്ക് പോലെ ആണിച്ചാലുണ്ടല്ലേ, ഈ ആണിയിലൂടെ വെള്ളം ഓരോരോ പ്ലോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വെള്ളം നനയ്ക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെയാണ് പാടത്തൊക്കെ വെള്ളം നനയ്ക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ഈ തോട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന നമ്മുടെ ഹൃദയത്തിൽ വരണം. സുന്ദരമായ ആ സഹവാസത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉദാത്തമായ ചിത്രങ്ങൾ നമ്മുടെ ചിന്തകളിൽ നിറയണം. അങ്ങനെ ഹബീബിനോടും സ്വഹാബത്തിനോടുമുള്ള ഇഷ്ക് കൊണ്ട് നമ്മുടെ ഹൃദയം വിങ്ങണം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കൃഷി ആവശ്യാർത്ഥം അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കിണറാണിത്. അതിൻ്റെ ശേഷിപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇതൊക്കെ
ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല ഫെൻസും ഇതൊക്കെ കെട്ടിയിട്ട്. എൻ്റെ പേര് ബിയറുൽ ഫക്കീർ അല്ലേ? ബിയറുൽ ഫക്കീർ എന്നാണ് അതിൻ്റെ പേര്. ബിയറുൽ ഫക്കീർ, ഇതാണ് ബിയറുൽ ഫക്കീർ. ഇതിൻ്റെ ചുറ്റും വെള്ളം സംഭരിക്കാനുള്ള ഹൗദുകളൊക്കെ ഉണ്ട്, ടാങ്കുകൾ ഉണ്ടല്ലേ. കൃഷി ആവശ്യാർത്ഥം ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് ഈ കിണർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തോട്ടം തന്നെയാണ് ഇതിൻ്റെ അടുത്തുള്ളത്. എവിടേക്ക് പോയില്ലല്ലോ. ഇതിനുള്ളിലെന്തോ നമ്മൾ കണ്ടു. ആ തോട്ടത്തിലേക്ക് വെള്ളം ജലസേചനത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന കിണറാണ്. ഇതിവിടെ ഒരു ബൗണ്ടറിയൊക്കെ വെച്ചത് കൊണ്ട് നമുക്കത് അങ്ങോട്ട് കിണറിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. കിണർ സെൻട്രലാണ്. അതിൽ നിന്ന് വെള്ളം ജലസേചനത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിരുന്ന ചെറിയ ടാങ്കുകൾ, ഹൗദുകളാണിത്. ഇവിടെയാണ് കിണർ. ഇതാണ് കിണർ. ചരിത്രത്തോടൊപ്പമുള്ള ഈ യാത്ര അവസാനിക്കുന്നില്ല. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കുക. പതിയും പാദം വിധിയിൽ മൗനമായി, ഇനിയും കാതം ആരംഭ പോവേ പോകുന്നുവോ ആ പുണ്യനാട് തേടുന്നുവോ ഹിജ്റ തീർക്കുന്നു